നമസ്കാരം. ഒരു യഥാർത്ഥ സുഹൃത്ത് ആപത് ഘട്ടങ്ങളിൽ ഓടിയെത്തി സഹായിക്കുന്ന ഒരാളെയാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. കാർഗിൽ യുദ്ധ സമയത്ത് ലോകരാഷ്ട്രങ്ങളുടെ വിലക്കുകളെ മറികടന്ന് ഇന്ത്യക്ക് വേണ്ടി ആധുനിക ആയുധങ്ങൾ വിതരണം ചെയ്ത രാജ്യമാണ് ഇസ്രയേൽ. ലേസർ നിയന്ത്രിത ബോംബുകൾ, അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിനുള്ള ഡ്രോണുകൾ, മറ്റ് ആധുനിക ആയുധങ്ങൾ എന്നിവ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകി. ഇന്ത്യ അന്ന് മിറാഷ് 2000 യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുകയായിരുന്നു ഈ ലേസർ നിയന്ത്രിത ബോംബുകൾ. അതിർത്തി നിയന്ത്രിത രേഖ ലംഘിക്കാതെ തന്നെ പർവ്വത ശിഖരങ്ങളിലുള്ള ശത്രു ക്യാമ്പുകളെ കത്തിക്കാൻ ഈ ലേസർ നിയന്ത്രിത ബോംബുകൾക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇവിടെ പ്രത്യേകം നിരീക്ഷണം നടത്താൻ ഹെറോൺ എന്ന ഡ്രോണും ഇസ്രയേൽ നൽകി. US ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെ വിലക്കുകളെ ലംഘിച്ചാണ് ഇസ്രയേൽ ഇന്ത്യക്ക് ഹെറോൺ ഡ്രോൺ നൽകിയത്. ഇസ്രയേലിന്റെ സൈനിക ഉപകരണങ്ങൾ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകി. ഈ ഉപകരണങ്ങളിൽ നിന്നും കാർഗിലിന്റെ വ്യക്തമായ ഫോട്ടോഗ്രാഫുകൾ ഇസ്രയേൽ ഇന്ത്യക്ക് അന്ന് നൽകുകയുണ്ടായി. ടൈഗർ ഹിൽ പോലെ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചത് ഈ ഫോട്ടോഗ്രാഫുകളിൽ നിന്നാണ്. ഇന്ത്യ ആയുധക്ഷാമം നേരിടുമ്പോഴെല്ലാം കാർഗിൽ യുദ്ധസമയത്ത് ഇസ്രയേൽ ഇന്ത്യയുടെ ആയുധപുര നിറച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ഇന്ത്യയുടെ മിറാഷ് 2000 യുദ്ധവിമാനത്തിൽ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഘടിപ്പിക്കാൻ അന്ന് ഇസ്രയേൽ വിദഗ്ധർ ഇന്ത്യക്ക് വ്യോമസേനയെ സഹായിച്ചു. റഷ്യയെ പോലെയും ഫ്രാൻസിനെ പോലെയും ഇന്ത്യയെ പ്രതിരോധ മേഖലയിൽ മനസ്സറിഞ്ഞ് സഹായിച്ച ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്നത്. ആപത് ഘട്ടത്തിൽ മറ്റൊന്നും നോക്കാതെ കയ്യിലുള്ളതെന്തും തന്ന് സഹായിച്ച ഇസ്രയേലിനോട് ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണ്. ഇതാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം. അത് കൂടുതൽ ഓരോ ദിവസവും ആഴത്തിൽ കൊണ്ട് എത്തിക്കുകയാണ്. തന്ത്രപരമായ പങ്കാളിത്തം എന്നാൽ അതിൽ എല്ലാം ഉൾപ്പെടും. വെറും അന്യോന്യമുള്ള ആയുധ വിൽപ്പന മാത്രമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ വിൽക്കുക, ലാഭമെടുക്കുക എന്നത് മാത്രമാണെങ്കിൽ ഇന്ത്യ ഇസ്രയേൽ ബന്ധം അങ്ങനെയല്ല. അനിയൻ ചേട്ടൻ ബന്ധമാണ്. തന്ത്രപരമായ പങ്കാളിത്തം എന്ന വാക്കിന് വലിയ ആഴങ്ങളുണ്ട്. ഇതിൽ പരസ്പരം ചേർന്നുള്ള പ്രതിരോധ ആസൂത്രണം, പ്രതിരോധ സാങ്കേതിക വിദ്യ, അത് പങ്കുവെക്കൽ, ഭീകരവാദത്തെ ചെറുക്കൽ, രഹസ്യ വിവര ശേഖരണം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹകരണം, അത് ഉടമ്പടികളൊന്നും ഒപ്പുവെക്കാതെ തന്നെ ഇരുവരും പരസ്പര സുരക്ഷ ഉറപ്പാക്കാൻ ആവുന്നത്ര സഹായവും നൽകുന്നുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തിട്ടും 1948 ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിനെതിരെ വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അന്ന് നെഹ്റുവായിരുന്നു പ്രധാനമന്ത്രി. എന്നിട്ടും 1971 ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തപ്പോൾ ഇസ്രയേൽ ഇന്ത്യക്ക് ആയുധം നൽകി. അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ഗോൾഡ മേർ ഇറാന് നൽകാൻ വേണ്ടി വച്ചിരുന്ന ആയുധങ്ങളാണ് ഇന്ത്യക്ക് നൽകിയത്. ഒരു നയതന്ത്ര ബന്ധം പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഇസ്രയേൽ ഇന്ത്യക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്രയേൽ ഇന്ത്യക്ക് ഓരോ ആയുധങ്ങളും നൽകി അവരുടെ, അതായത് നമ്മുടെ ഭാരതത്തിന്റെ ആയുധപുര ഇസ്രയേൽ നിറച്ചുകൊണ്ടിരുന്നത്.